കൂടി ഒന്ന് ചെയ്യണേ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ കെയർ ചലഞ്ചാണ്. ഞാനൊരു മാസത്തിന് മുകളിലായി ഒരു പാക്ക് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഹെയറിൻ്റെ ഗ്രോത്ത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്രമാത്രം യൂസ്ഫുൾ ആയിട്ടുണ്ട് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിത് യൂസ്ഫുൾ ആയതുകൊണ്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കരുതിയത്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഹെയർ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലൂടെ രണ്ട് കാര്യമുള്ളത്. ഒന്ന് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും, രണ്ടാമതുണ്ടാകുന്ന തലയിലെ നെർവ്സൊക്കെ ഒന്ന് അറിഞ്ഞെടുത്തിട്ടാവും. അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഹെയർ ഗ്രോത്തിനത് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഒരു 5-10 മിനിറ്റ് ഹെയർ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഏത് വെളിച്ചെണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിക്കുക. ഞാൻ ഉപയോഗിക്കുന്നത് വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു വെളിച്ചെണ്ണയാണ്, വേരൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ 2-3 വർഷത്തിന് മുകളിലായി ഞാൻ ഈ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത്. എനിക്ക് നന്നായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നല്ല സ്മെല്ലാണ്, നല്ല ക്വാളിറ്റിയുള്ള വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഒരു 5-10 മിനിറ്റ് ഹെയറിൽ ആ വെളിച്ചെണ്ണ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്യാറുള്ളൂ. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇന്നുണ്ടാക്കിയ കഞ്ഞിവെള്ളം നാളെയോ മറ്റന്നാളെയോ ആണ് യൂസ് ചെയ്യുക. അതുകൊണ്ട് നേരിയ കുറച്ച് കഞ്ഞീൻ്റെ വെള്ളം എടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ അതിലേക്ക് ഉലുവ ഇടുക. ഉലുവ പൊടിച്ചതായാലും പ്രശ്നമില്ല, കുരുക്കളായിട്ടുള്ളതാണെങ്കിലും പ്രശ്നമില്ല. ഏതാണോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ അതിലേതെങ്കിലും ഒന്ന് എടുത്തിട്ട് ഈ കഞ്ഞിവെള്ളത്തിന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കുക. ഇന്ന് വെച്ചത് നാളെയോ മറ്റന്നാളെയോ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതവിടെ വെച്ച്, അപ്പോൾ ഞാനിത് യൂസ് ചെയ്യുന്നത് 2ാമത്തെ ദിവസമാണ്. 2 ദിവസം വെച്ചിട്ടാണ് ഞാനിത് എടുക്കുന്നത്. അത്യാവശ്യം നല്ല സ്മെല്ലുണ്ടാവും. അപ്പോൾ നിങ്ങളിത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാത്രമേ ഇത് യൂസ് ചെയ്യേണ്ടതുള്ളൂ. എന്ന് വെച്ചാൽ ജലദോഷം അങ്ങനത്തെ അസുഖങ്ങളെല്ലാം വരാൻ സാധ്യതയുണ്ട്, നീരിറങ്ങാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി പിന്നീട്. അപ്പോൾ ഞാനിത് 5-10 മിനിറ്റ് തലയിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിക്കാറുള്ളൂ. എനിക്കതാണ് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് സ്വീറ്റബിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ യൂസ് ചെയ്യുക. അപ്പം ഞാൻ കുളിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഹെയറിൻ്റെ ഒരു ലുക്ക് ഇങ്ങനെയാണ്. നല്ല തിക്കായിട്ടുണ്ട്, അതുമാത്രമല്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഹെയർ. അപ്പോൾ ഒരു മാസത്തിന് മുകളിലായി ഞാൻ ഈ പാക്ക് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ എൻ്റെ ഹെയർ ഗ്രോത്ത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഹെയർ നന്നായി ഗ്രോത്ത് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ഹെയറിൻ്റെ കളറും ഹെയർ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഹെയർ നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല ഗ്രോത്താണ് എനിക്ക് ഈ പാക്ക് തന്നിട്ടുള്ളത്. എനിക്ക് യൂസ്ഫുൾ ആയതുകൊണ്ട് മാത്രമാണ് ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഹെയറിൻ്റെ ഇപ്പോഴത്തെ ഹെയറിൻ്റെ ഡിഫറൻസ് ഇവിടെ ഫോട്ടോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.